ഹലോ എവരിവൺ. അപ്പോൾ ടാറ്റു പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണ പിള്ളേരോടും അതിന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്ന പാരൻസിനോടും ഇതെല്ലാം ടാറ്റു പഠിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് അവരെ പിള്ളേരെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പിള്ളേരോട് മെക്കിട്ട് കയറുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രഷർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സ്വാഭാവികം, എല്ലാ പാരൻസിനുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. എന്ത് പഠിപ്പിക്കാൻ വിട്ടാലും അത് വിജയകരമായിട്ട് നടക്കാൻ പറ്റാണ്ടാവുമ്പോഴേക്കും ഉണ്ടാവണ പ്രശ്നങ്ങളും ടെൻഷനൊക്കെ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്നത് പറഞ്ഞു തരാനുള്ളത് ടാറ്റുവിനെ പറ്റിയാണ്. ടാറ്റു പഠിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ പറഞ്ഞു തരാനായിട്ട് എൻ്റെ ഫീൽഡ് അതായതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു 10 വർഷത്തോളമുള്ള എക്സ്പീരിയൻസിൽ നിന്നും കൂടി ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടിട്ട് അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. പറഞ്ഞു തരാനുള്ളത് പറഞ്ഞു തരാൻ പറ്റണത് പോലെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർ ഒരു ഫോണൊക്കെ എല്ലാവരുടെ അടുത്തുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും ഉണ്ട്, യൂട്യൂബൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര എൻ്റർടൈൻഡ് ആവുന്നുണ്ട്. ഈ ടാറ്റു ചെയ്യുന്ന ജോലി കാണുന്നതും ഓരോ ക്ലയൻസിന് ചെയ്തു കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ പരിപാടികളൊക്കെ കാണുമ്പോൾ ആർക്കായാലും ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. നമ്മളും ഇതേപോലെ മറ്റുള്ളവർ ചെയ്തിട്ട് തന്നെ അത് കണ്ടുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് തുടങ്ങിയതാണ് ഈ പരിപാടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുമ്പോഴേക്കും എന്ത് കോഴ്സ് പഠിക്കണമെന്ന് പിള്ളേരോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ തന്നെ ഇങ്ങോട്ട് പറയും എനിക്ക് ടാറ്റു പഠിച്ചാൽ മതി. അപ്പോൾ ഇതിന് പറഞ്ഞു വിടുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ടാറ്റു ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റണ ബോധമുള്ള ഏത് ആൾക്ക് വേണമെങ്കിലും ഈ ടാറ്റുവിങ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിലല്ല കാര്യം ഇരിക്കണേ. നമ്മളൊരു കാര്യം പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ജീവിതമാർഗവും കൂടി ആവണമല്ലോ. ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് മാത്രം പഠിക്കുന്നവർക്കുണ്ട്. ഓൾറെഡി വരുമാനവും കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇതുകൊണ്ട് ഇത് പഠിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യണവരുണ്ട്, അങ്ങനെയും ചെയ്യാം. പക്ഷേ പാവങ്ങൾ എന്ന് വെച്ചാൽ ഒന്നും എത്താതെ ഒരു ജോലിയും കാര്യങ്ങളൊന്നും ആവാണ്ട് ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് പഠിത്തം കഴിഞ്ഞിട്ട് നടക്കുന്നവരും ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്, ടാറ്റു ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ചിന്തയുണ്ട് ഇത് ചെയ്താൽ ഇത്രയും പൈസ. ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു ടാറ്റു സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ചെറിയ ടാറ്റു ചെയ്തു, ഒരു അരമണിക്കൂറേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു 2000 രൂപ അവർ ചാർജ് ചെയ്തു. 2000 രൂപ. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് 2000 രൂപ എന്ന് പറയുമ്പോഴേക്കും ആർക്കായാലും ബിക്കോസ് ഒരു ദിവസം മുഴുവൻ പണിയെടുത്തിട്ട് ഒരു 500, 600, 700 മേടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ കാണുന്ന ആൾക്കാരുടെ വീട്ടിലും അവർ അച്ഛനും അമ്മയൊക്കെ ഒരു ദിവസം മുഴുവൻ ജോലി എടുത്തിട്ട് ചിലപ്പോൾ 500 രൂപയൊക്കെ ആയിരിക്കും കിട്ടണേ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട്, അരമണിക്കൂർ കൊണ്ട് 2000 രൂപ കിട്ടി, ഈ കൊള്ളാലോ ഈ ജോലി അടിപൊളിയാണല്ലോ എന്നുള്ളൊരു ചിന്തയും കൂടി എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഭയങ്കര ബൂസ്റ്റിംഗ് ആണ്, ഓരോരുത്തരുടെ ചിന്തപ്പാടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരാൾ ഈ ടാറ്റു ജോലി ചെയ്ത് 2000 രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഉണ്ടായ സ്റ്റോറി ആർക്കറിയില്ല. ആദ്യം അറിയണം. അത് അനുഭവിച്ച് പഠിക്കേണ്ട കാര്യം കൂടിയിട്ടാണ്. പക്ഷേ അനുഭവിച്ച് പഠിച്ചതിന് ശേഷവും ഫ്ലോപ്പ് ആവരുതല്ലോ, അത് നമ്മൾ ഫെയിലായി പോകരുത്. അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും എനിക്ക്. അപ്പോൾ ടാറ്റു പഠിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളൊരു ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഒന്നും ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് ആ ജോലി കളഞ്ഞുകൊണ്ടൊന്നും പഠിക്കാൻ ഇറങ്ങരുത്. ഇതിനകത്ത് ഇറങ്ങുവാണെങ്കിൽ ഇതൊരു സ്കിൽഡ് ആയിട്ടുള്ള ജോബാണല്ലോ, അറിയാമല്ലോ, ഒരു ബിസിനസ് ആയിട്ടുള്ളൊരു ഒരു വൈബാണ്. സ്കിൽഡും ബിസിനസ്സും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ടാറ്റു ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇത് നല്ലൊരു ആളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കറക്റ്റായിട്ട് പഠിപ്പിച്ച് തരും എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് പോയി ചേരുക. അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് നിങ്ങളിത് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു വലിയ ജേണി ഇരിക്കുന്നത്. ഇത് ഒന്നിൽ നമ്മളിത് പഠിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് ബ്യൂട്ടി പാർലറുകളിലോ നേരെ പോയി ഇപ്പോൾ ഉടനടി ചെയ്യണത് സ്വാഭാവികമായിട്ട് എന്താണെന്നറിയോ, ഇത് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും ടാറ്റു സ്റ്റുഡിയോ ഇതിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആർക്കെങ്കിലും ഒരു ടാറ്റു സ്റ്റുഡിയോയിലേക്ക് മെസ്സേജ് അയക്കും, ചേട്ടാ ഹലോ സാർ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, ഞാൻ ഒരു ടാറ്റു പഠിച്ചിട്ട് ഇറങ്ങി നിൽക്കുകയാണ്, സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഇപ്പോൾ എനിക്കും അതേപോലെ കുറേ മെസ്സേജ് വരാറുണ്ട്. അങ്ങനെ ആരെങ്കിലും പിടിച്ചിട്ട് ജോലിക്ക് കയറ്റാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല എല്ലാ സ്റ്റുഡിയോസിലും ഉള്ളത്. എന്ന് വെച്ചാൽ അത്രയും സ്കിൽഡായിട്ടും ഒരു സ്റ്റുഡിയോ ഏത് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലെവലിൻ്റെ താഴേക്ക് ഒരിക്കലും പോകാനായിട്ട് ആ സ്റ്റുഡിയോക്കാർ ആഗ്രഹിക്കില്ല. അപ്പോൾ
ഒന്നിൽ നിങ്ങൾ അത്ര ഹെവി പെർഫെക്റ്റ് വർക്കറായിരിക്കണം. ചാൻസ് കിട്ടണമെന്നില്ല, കിട്ടണമെങ്കിൽ തന്നെ അത്ര ഹെവി വർക്കറായിരിക്കണം. അത്രയും പെർഫെക്ഷനും കാര്യങ്ങളുള്ള, അല്ലെങ്കിൽ കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനോ അവരോട് പെരുമാറാനോ സ്കിൽഡും എക്സ്പീരിയൻസും ഉള്ള ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് റണ്ണിങ് ആയിട്ടുള്ളൊരു ടാറ്റു സ്റ്റുഡിയോയിൽ കയറ്റുള്ളൂ, ഒരു ജോലി തരുള്ളൂ. അതും അവിടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അറിയാലോ, ഒരു സ്റ്റുഡിയോയ്ക്ക് എന്നാൽ നോർമൽ ഒരു മാർക്കറ്റിംഗ് പോലും ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റുഡിയോ കൊണ്ട് നടക്കുന്നത് ഞാൻ അധികം മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാണ്ടാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള കസ്റ്റമർ വരവ് പോക്കും വർക്കുകളൊക്കെ നമുക്കുണ്ട്, നഷ്ടമില്ലാത്ത രീതിയിലുള്ളത്. നമ്മൾ അതിൻ്റെ പുറകെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം അത്. അപ്പോൾ എൻ്റെ ജീവിതം ഞാനും എങ്ങനെയാണ് ഇത് പഠിച്ചതും ഞാനിപ്പോൾ എങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ എന്തോരം വർക്കുകളും കാര്യങ്ങളും വരുന്നുണ്ട്, അതിനനുസരിച്ച് അവിടെ വർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആർട്ടിസ്റ്റുകളിപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോഴേക്കും ആ വന്ന വർക്കിന് നിന്നോന്ന് പറയാനായിട്ട് ആർക്കും പറ്റില്ല. അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഈ ചോദിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ മനസ്സിലായിട്ടുണ്ടാവും. കുറേ സ്റ്റുഡിയോസിൽ ഇങ്ങനെ ചോദിച്ചിട്ടില്ലേ, ചേട്ടാ വേക്കൻസി ഉണ്ടോ, ഞാൻ ഇന്നവരെ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടില്ലേ. എങ്ങും കിട്ടില്ല, അങ്ങനെ പെട്ടെന്ന് ആരും കയറ്റില്ല. മനസ്സിലായോ? കയറ്റിയാൽ തന്നെ ഈ ടാറ്റു എന്നുള്ളത് ബിസിനസ് പരമായി മാത്രം കൊണ്ടുനടക്കണ കുറച്ച് ആൾക്കാരുണ്ട്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു എന്ന് വെച്ചാൽ ഈ ബിസിനസ് പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിസിനസ്സാണെന്ന് മനസ്സിലായിട്ട് ആർട്ടായിട്ടോ ഈ ഒരു കലയായിട്ടോ ബന്ധമില്ലാത്ത കുറച്ച് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള മൈൻഡ് മാത്രമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പൈസ ഉണ്ടാവും ബിസിനസ് ചെയ്യാനായിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവരൊരു ടാറ്റു സ്റ്റുഡിയോ തുടങ്ങിയിട്ട് പിള്ളേരെ അന്വേഷിക്കും, ടാറ്റു ചെയ്യാൻ നിന്ന് ജോലി ചെയ്യാൻ പറ്റിയ പിള്ളേരെ അന്വേഷിക്കും. അവർ അന്വേഷിക്കുമ്പോഴേക്ക് നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക്, പെട്ടെന്ന് പഠിച്ചിറങ്ങി നിൽക്കുന്ന പിള്ളേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ജോലി എന്ന് പറയണത് ഇത് ഈ ഒരു ആർട്ടും ഒരു പാഷനും അതിൻ്റേതായ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഉണ്ട്. ഈ ജോലി എങ്ങനെ കൊണ്ടു നടക്കുക എന്നുള്ളത് അത് ബിസിനസ് പരമായിട്ട് മാത്രം ചിന്തിക്കുമ്പോഴേക്കും ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മുതലാളി എന്ന് പറയുന്ന ആൾ ബിസിനസ് പരമായിട്ട് മാത്രം കൂടുതലായിട്ട് ഈ ഫീൽഡിനെ കാണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ അടുത്ത് പെരുമാറുള്ളൂ. ആ പെരുമാറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ കലേനെ സ്നേഹിക്കുന്ന ആളാണ്. ഒരു മര്യാദയൊക്കെ വേണമല്ലോ ഇത് പരിപാടി. ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അത് മനസ്സിലാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മറ്റേ മുതലാളി കളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ഇതാൽ മതി അങ്ങനെ ഇതാൽ മതി, വർക്കിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ AC ഒക്കെ ഓഫൊക്കെ ചെയ്തു. എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്റ്റുഡിയോയിലൊക്കെ ഞാൻ ഇതേപോലെ വർക്ക് ചെയ്യാൻ നിന്നിട്ട് AC ഒക്കെ ഓഫ് ചെയ്തളയും, കറണ്ട് കാശ് കൂടും എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ AC ഇല്ലാണ്ട് ചൂടത്തിയെന്നാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, കുറേ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് രീതികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പാരൻസും കൂടി ഇത് കേൾക്കണം കേട്ടോ. പാരൻസ് പ്രത്യേകിച്ച് പിള്ളേർ വന്നിട്ട് ഇങ്ങനെ പറയുള്ളൂ, ഇങ്ങനൊരു ജോലിയുണ്ട്, ടാറ്റു പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, നല്ല പൈസയൊക്കെ കിട്ടുന്ന ജോലിയാണ് എന്നുള്ളതൊക്കെ എല്ലാവരും പറയുമ്പോൾ പാരൻസും വീണ് പോകും. മനസ്സിലായില്ലേ? ആണല്ലേ, ഇപ്പോൾ അവൻ ഇതുണ്ട്, ഈ ടാറ്റു ഞാൻ ചെയ്യാൻ പോയിട്ട് തന്നെ 2000 രൂപ അരമണിക്കൂർ എടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ പാരൻസ് കേൾക്കുമ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആകും കുറേയൊക്കെ. പിന്നെ കുറേ ക്രിസ്ത്യൻസും പാരൻസൊന്നും കൂടുതൽ സമ്മതിക്കില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ പാടില്ല, ഈ ജോലി ചെയ്യാൻ പാടില്ല. എന്നോട് തന്നെ കുറേ പേര് പിടിച്ചിരുത്തി പറഞ്ഞിട്ടുണ്ട് ഈ ജോലി നിർത്തിയിട്ട് വേറെ വല്ല പണിക്കുമ്പോൾ വന്നു. ഇപ്പം 32 വയസ്സായി, 28 വയസ്സ് വരെയൊക്കെ ഞാൻ ഈ സ്വന്തം സ്റ്റുഡിയോ ഇട്ട് തുടങ്ങുന്നത് ഇപ്പോൾ ഒരു 5 years ആയിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ വേറെ പ്രൊഫഷണലായിട്ടുള്ള സ്റ്റുഡിയോസിൽ തന്നെ നിന്ന് വർക്കും ചെയ്തിട്ടുണ്ട്, കുറേ ഫ്രീലാൻസ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഒരു 10 വർഷത്തിന് മേലെ ടോട്ടൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. കുറേ നാൾ വീട്ടിൽ തന്നെ ഫ്രീലാൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. അതിന് മുമ്പ് ഞാൻ പോകാത്ത ജോലികളൊന്നുമില്ല. ഈ കണ്ട മതലും സിമിത്തേരിയൊക്കെ പെയിൻറ്റിങ്ങും വീട് പെയിൻറ്റിങ്ങും പ്ലംബിങ്ങിൻ്റെ കുത്തിപ്പൊളിയും കട്ട ചുമക്കലും എല്ലാം, വെൽഡിങ്, എല്ലാ ജോലിക്കും ഞാൻ പോയിട്ടുണ്ട്. എല്ലാ ജോലിക്കും പോയിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടില്ല. ഈ ഒരു ജോലിയിൽ ഇതിപ്പോൾ ബൈബിളിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാനതിനെപ്പറ്റി അധികം ചിന്തിക്കണില്ല. എൻ്റെ ലൈഫ് മാറ്റിമറിച്ചത് എന്ന് വെച്ചാൽ ചേഞ്ച് ഉണ്ടായിരുന്നത്, ലൈഫ് സ്റ്റൈൽ മാറ്റിയത് ഈ ജോലി തന്നെയാണ്. അത് എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ഡെഡിക്കേഷൻ എല്ലാം അതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാനിതേപോലെ എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ ഇത് ഞാനിവിടെ കയ്യിലടിച്ചിട്ടുണ്ടായിരുന്നു, ടാറ്റു പേരടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മെഷീനൊന്നും അല്ല, ഇങ്ങനെ തയ്യൽ സൂചി വെച്ചിട്ട് ചൂടാക്കി ക്ലീൻ ആക്കിയിട്ട് മഷി വെച്ചിട്ട് ഫാബ്രിക് പെയിൻറ്റ് വെച്ച് കുത്തേണ്ട ഒരു പരിപാടി 10-12 വർഷം മുന്നേ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തൊരു ടാറ്റു ഉണ്ടായിരുന്നു. അവൾ എന്നെ തേച്ചതിന് ശേഷം ഞാൻ ഈ ടാറ്റു കളയാൻ വേണ്ടി നടന്ന് നമ്മുടെ ഈ റോഡ് സൈഡിലേക്ക് ഇരുന്നിട്ട് ചെയ്യണ ഹിന്ദിക്കാരുണ്ടല്ലോ, ലോക്കലായിട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കളിയാക്കാറൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മളുടെ അന്നേരത്തെ ഒരു അറിവ് വെച്ചിട്ട്
അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് ഞാനിത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നത്. അപ്പോൾ അങ്ങനെ ഇത് കവറപ്പ് ചെയ്തപ്പോൾ അവർ ചെയ്യണ മെഷീൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിനകത്തുള്ള മെയിൻ പരിപാടി. അപ്പോൾ അതേപോലെ അത് നോക്കിയപ്പോൾ ഒരു മോട്ടറുണ്ട്, ഒരു പൈപ്പ്, ഒരു പേനയുടെ ട്യൂബ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി സൂചി വരുന്നുണ്ട്, ആ സൂചി ഇങ്ങനെ കുത്തുന്നുണ്ട്, മോട്ടർ ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ഇവിടെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അത് നോക്കി നിന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വീട്ടിലെ റേഡിയോ ഒക്കെ വെച്ച് മോട്ടർ വീട്ടുകാരൊക്കെ തെറിഞ്ഞ് ഓടിച്ച് റേഡിയോ എടുത്ത് അഴിച്ചിട്ട് മോട്ടറൊക്കെ റിപ്പയർ ചെയ്തെടുത്ത് ഈ കണ്ട പോലത്തെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് ബാറ്ററി ഘടിപ്പിച്ചിട്ട് ഇത് വർക്ക് ചെയ്യിച്ച് എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനുണ്ട് ബബി, അവൻ്റെ ശരീരത്തിൽ ഞാൻ ഇത് പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ 1-2 പരീക്ഷണങ്ങളായി. പിന്നെ ഇങ്ങനെ നടന്ന് ആമസോൺ എന്താണ് ഫ്ലിപ്കാർട്ട് എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്തൊരു പ്രായവും സമയമൊക്കെയാണ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് പിന്നെ അതിലെ ആമസോൺ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, അതിൽ നിന്ന് നമുക്കൊരു മെഷീനൊക്കെ കിട്ടും, ഇതിൻ്റെ ഇങ്ക് മഷിയൊക്കെ കിട്ടും, അങ്ങനെയാണെങ്കിൽ നീ പൈസ റെഡിയാക്കി ഞാൻ എടുത്തുതരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ആൾ പണിക്ക് പോയിട്ട് 10,000-5,000 രൂപയൊക്കെ ഒപ്പിച്ചിട്ട് ഞാനൊരു മെഷീൻ എടുത്ത് തുടങ്ങിയ പരിപാടിയാണ്. അത് ഞാൻ ഇന്ന് നിർത്തിയിട്ടില്ല. അവിടെ നിന്ന് തുടങ്ങിയിട്ട് എനിക്കൊരുപാട് കൂട്ടുകാരുണ്ട്, നല്ല ചീത്തായിക്കോട്ടെ, ഒരുപാട് കൂട്ടുകാർ അന്നേരം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും പോക്ക് കുറവാണ്, ചെറിയൊരു സർക്കിളേ എനിക്കുള്ളൂ. അപ്പോൾ കുറേ കൂട്ടുകാരുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു എനിക്കത്. അതുകൊണ്ടിട്ട് എനിക്ക് കുറേ സ്കിന്ന് എനിക്ക് ക്യാൻവാസായിട്ട് കിട്ടുമായിരുന്നു. കുറച്ച് പേര് പൈസ എന്തായാലും കുറേ പേര് പൈസ തരാണ്ട് പോയി കളയും, കുറച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് അടിച്ചു കൊടുക്കും. അങ്ങനത്തെ കുറച്ച് പരിപാടി, അങ്ങനെ കുറേ വർക്കുകൾ ഞാൻ സ്ഥിരം ഡെയിലി ചെയ്ത് എൻ്റെ കൈവഴക്കങ്ങളും ആ ടാറ്റു ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആണിത്. പഠനം മാത്രമല്ല, എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുത്. ചെയ്ത് അതിനകത്തുണ്ടാകാൻ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ കണ്ട് മനസ്സിലാക്കുക, അങ്ങനെ അത് തിരുത്തി മുന്നോട്ട് വരും. അതാണ് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും സെറ്റപ്പ് പരിപാടി. ഇതിനകത്തുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടാറ്റു പഠിക്കാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി കുറേ നമ്മൾ വർക്കുകൾ ചെയ്ത് തന്നെ ആവുള്ളൂ. നമ്മൾ പഠിക്കാൻ പോകുന്നിടത്ത് ഈ റബ്ബർ ഷീറ്റിനകത്തൊക്കെ പഠിച്ച് അതിനകത്തൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ, ബാക്കിയെല്ലാം എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് വളർത്തിക്കൊണ്ടുവരിക. ചുമ്മാ എക്സ്പീരിയൻസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക, അപ്ഡേഷൻസ് കൊണ്ടുവരിക. അങ്ങനെ മുന്നോട്ട് പോയിക്കാൻ എന്തായാലും ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവും. എങ്കിൽ പോലും കാര്യമില്ല, ബാക്കി ഞാൻ പറയാം ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. എങ്കിൽ പോലും നമ്മൾ ഇത് പഠിച്ച് പ്രൊഫഷണലായിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കരുത്. ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഞാനും ഡി ജെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം തന്നെയാണ്. ആ പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തം അതിനകത്ത് ഡെഡിക്കേറ്റായിട്ട് കടന്നോളണം. ആ ട്രാക്ക് ഡൗൺലോഡിങ്, ഇത് അപ്ഡേഷൻ, അങ്ങനെ കുറേ തലവേദന പിടിച്ച് പറ്റും. ഞാനത് പയ്യെ കുറച്ചേക്കാണ് കേട്ടോ വർക്ക്. എനിക്ക് രണ്ടും കൂടി പറ്റണല്ലോ, രണ്ടും കൂടി നല്ല തലവേദനയുള്ള ഒരു പരിപാടിയാണ് ഞാൻ കയറി പിടിച്ചത്. ഡി ജെയിങ്ങും ടാറ്റോയിങ്ങും നല്ല കിടിലം പരിപാടിയായിരുന്നു. രണ്ടും കൂടി പറ്റണല്ലോ, നമുക്ക് ഒരു തലയുള്ളൂ, തല പൊട്ടിത്തെറിക്കും രണ്ടും കൂടി. അപ്പോൾ ഞാൻ ഡി ജെ ഒന്ന് പതി അങ്ങോട്ട് സൈഡാക്കിയിട്ട് ടാറ്റോയിങ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും കൂടി നടക്കില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, അറിയാമല്ലോ, ഡിസൈൻ നോക്കണം, കസ്റ്റമർ ക്യാൻവാസ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നില്ലേ നിങ്ങൾ ഇത് ഇറങ്ങുമ്പോൾ ഇതിനകത്ത് തന്നെ ചത്ത് കിടക്കുക, വേറെ ഒന്നിനെപ്പറ്റി ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല. ഇതിൻ്റെ പ്രാന്തെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിൻ്റെ പ്രാന്ത് തലയിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഈ ടാറ്റു ഡിസൈൻ മെഷീൻസ് അപ്ഡേഷൻസ് എല്ലാം ഇങ്ങനെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ വർക്കൊക്കെ കണ്ട് കുറേ സ്റ്റൈൽസൊക്കെ കണ്ട് അങ്ങനെ കുറേ ഒരു പ്രാന്തനെ പോലെയായി മാറണം. എങ്കിലേ നമ്മൾ ഈ കാര്യത്തിൽ ഒരു ഇതാവുള്ളൂ. അപ്പോൾ പഠിച്ചതിന് ശേഷം നമ്മളിത് ഒന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് 5 പൈസ കയ്യിലുണ്ടാവില്ല, അറിയാം. പക്ഷേ ലോൺ എടുത്തിട്ടായാലും നമ്മൾ സ്വന്തമായിട്ടൊരു ചെറിയ കടമുറിയെങ്കിലും ഇടുക. എന്നിട്ട് പയ്യെ സ്റ്റാർട്ട് ചെയ്യുക, ധൈര്യമായിട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ പേടിച്ചിട്ട് കടമുറിക്ക് വാടക കൊടുക്കണം, ഇനി വർക്ക് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നടന്നാൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കറിയില്ല, ഞാനങ്ങനെ റിസ്ക് എടുത്തിട്ട് തന്നെ ചെറിയൊരു കടമുറിയിൽ നിന്ന് തുടങ്ങി വന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണേ. ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ, എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറയണമെന്നേ ഉള്ളൂ. ചെറിയ കടമുറി എടുക്കുക, ധൈര്യമായിട്ട് എടുക്കുക, എന്നിട്ട് നമ്മുടെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് നമ്മളുടേതായ നല്ലൊരു പേര്, അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുക, നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്ത് വൃത്തിക്ക് ഒരു സ്കിന്ന് കിട്ടിക്കന്നെ ചെറുതും വലുതായിക്കോട്ടെ, ആ വർക്ക് മാക്സിമം ക്ഷമയോടെ വൃത്തിക്ക് ചെയ്യാൻ നോക്കുക. ആ വർക്കുകളെടുത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമും പ്ലാറ്റ്ഫോമും ഉണ്ടല്ലോ കുറേ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ, ഫ്രീ സെൽഫ് മാർക്കറ്റിങ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഫോട്ടോസ് നല്ല ഭംഗിയിൽ ഇടുക, വർക്കുകൾ നല്ലതായിട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, ഹാഷ്ടാഗ്സ് ഇടുക. അങ്ങനെ കുറേ ആൾക്കാരെ കണ്ട് നമുക്ക് കുറച്ച് കോൺടാക്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ഫീൽഡ് വലുതായി കൊണ്ടുവരേണ്ടത്. നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് വാക്കൻസി ഉണ്ടോ എന്നും ചോദിച്ച് നടന്ന് കുറേ സമയം കളയണതിന് നല്ലത് റിസ്ക് എടുത്തിട്ട് ചെറിയ കടമുറി എടുക്കണം.
അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ബ്യൂട്ടി പാർലറിലൊക്കെ സൈഡായിട്ട് അവിടെ തന്നെ കസ്റ്റമേഴ്സിനൊക്കെ ഇത് അവരോട് കാര്യം പറഞ്ഞിട്ട് നമ്മൾ ടാറ്റു ചെയ്യുന്നുണ്ട്, ഒരു പരസ്യം പോലെയൊക്കെ ചെറിയൊരു പരിപാടി, ടാറ്റുവും കൂടി ഉണ്ട്, ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ അത് തന്നെ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ബ്യൂട്ടി പാർലർ ഒരു സൈഡിലൊരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു കസേര മേശയൊക്കെ ഇട്ടിട്ട് ഇരുന്ന് ചെറുതായിട്ട് ടാറ്റുവിങ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറേ കോൺടാക്ട്സ് ഉണ്ടാക്കി എടുക്കുക. കുറച്ച് അലഞ്ഞ് തിരിയേണ്ടി വരും. ഞാനും കുറേ അലഞ്ഞിരിഞ്ഞിട്ടുണ്ട്. ഞാനും കല്യാണം കഴിഞ്ഞതിന് തൊട്ട് മുമ്പ് ഒരു 100 കാർഡൊക്കെ അടിച്ചിട്ട് എല്ലാ ബ്യൂട്ടി പാർലറിലും കയറി ഇറങ്ങി നടന്നിട്ട് കൊടുത്തിട്ട് ഞാൻ ടാറ്റു ചെയ്യും, ഫ്രീലാൻസായിട്ട് ചെയ്യും, ഇതാ കോൺടാക്റ്റിനായിട്ട് വിളിച്ചാൽ മതി, അപ്പോൾ ഇന്ന ഇത്രയും പെർസെൻറ്റേജ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ ക്ലയൻറ്റിനെ തന്നെയാണെങ്കിൽ ഇന്ന പെർസെൻറ്റേജ് എനിക്ക് എന്നുള്ള രീതിയിൽ കുറേയൊക്കെ കയറി ഇറങ്ങി ഇഷ്ടം പോലെ ഈ ബ്യൂട്ടി പാർലേഴ്സ് കയറി ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അത് വെറുതെ പോയിട്ടില്ല, കുറേയൊക്കെ വെറുതെ പോയി, കുറേയൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കോൺടാക്ട്സ് ആയി എടുക്കുക എന്നുള്ളത് നമ്മുടെ മെയിൻ പരിപാടി. അങ്ങനെ കുറേ അലഞ്ഞ് തിരിഞ്ഞ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ കടമുറി എടുത്തത്, ഒരു 150 സ്ക്വയർ ഫീറ്റ്. ആ ഒരു കടമുറി എടുത്തിട്ട് വൈപ്പിലാണ് ഞാനന്ന് കൊണ്ടുപോയിട്ടത്. കാരണം എറണാകുളത്ത് ഇടാൻ വേണ്ടിയിട്ട് കാശില്ലാത്തത് കൊണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ റെൻ്റൊക്കെ നല്ല റെൻ്റുണ്ട് വൈപ്പിൽ. ഇപ്പോൾ എനിക്ക് അവിടെ 5000 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ റെൻറ്റ്. അപ്പോൾ ഒരു 150 സ്ക്വയർ ഫീറ്റ് കടമുറി എടുത്ത് തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങി. അവിടെ ഒരു വർഷം ഞാൻ റണ്ണിങ് ആക്കി നല്ലോണം കഷ്ടപ്പെട്ട് ഓടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ബെറ്ററായി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് അപ്ഡേഷനെ പറ്റി ചിന്തിച്ച് ഞാൻ എറണാകുളത്തേക്ക് ആക്കിയിട്ട് ഒരു 650 സ്ക്വയർ ഫീറ്റ് കട എടുത്തിട്ട് ഇപ്പോൾ അവിടെയാണ് നമ്മൾ കട ഇട്ടേക്കണേ. അത്യാവശ്യം അടിപൊളിയായിട്ട് റണ്ണിങ് ആയി പോകുന്നുണ്ട്, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ലൈഫ്. കാരണം ഇതിൻ്റെ പുറകെ ഉണ്ടായ കഷ്ടപ്പാടാണ് തന്നെ ഞാനിപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ട് നടക്കുന്നത്. ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ. അപ്പോൾ ഇത്രയും ജേണി ഇതിൻ്റെ ബേക്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾസും ഈ പഠിക്കാൻ ഇറങ്ങുന്ന മക്കൾസും എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ടെന്നല്ല നിരുത്സാഹപ്പെടുത്താനും അത് തിരിച്ചും പറയണമല്ല, ഇതറിഞ്ഞിരിക്കണം നിങ്ങൾ. ഇത് പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമ്മൾ ചത്ത് കിടക്കണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സൈഡായി പോകും നമ്മൾ. ഏതെങ്കിലും കാര്യമില്ല എന്ന് വെച്ചാൽ ജസ്റ്റ് സൈഡായിട്ട് പഠിക്കാമെന്നൊക്കെ വിചാരിച്ച് കാര്യമില്ല. എന്തായാലും പ്രൊഫഷണലായിട്ട് ഇതൊരു പഠിച്ച് കൈവശം വെച്ച് കഴിഞ്ഞാലും, വേറെ ജോലി കളഞ്ഞിട്ടൊന്നും പഠിക്കണമെന്നല്ല, ജോലി ഉണ്ടെങ്കിലും ഇത് സൈഡായിട്ട് പഠിച്ച് വെച്ചാലും എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിലും നമുക്ക് സൈഡായിട്ട് ടൈം കിട്ടുമ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ഇത് ചെയ്ത് കൊടുത്താലും പൈസ കിട്ടും, നമുക്ക് ഏണിങ്സ് കിട്ടും. പക്ഷേ നല്ലൊരു അഡ്രസ്സും പ്രൊഫഷണൽസും ആകാനായിട്ടുള്ളൊരു സംഭവം കിട്ടില്ല. എന്നൊരു ഫ്രീലാൻസറായിട്ട് തന്നെ ഇങ്ങനെ നടന്ന് ആ ഒരു വൈബിൽ പോകേണ്ടി വരും. ഒരു മിനിറ്റ്. പിന്നെ ഇത് പഠിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ഓരോ പിള്ളേരും ഓരോരുത്തരുടെ ബുദ്ധി അനുസരിച്ചിട്ടാണ് എപ്പോൾ ടാറ്റു പഠിക്കണം എന്നുള്ള സംഭവം. പഠിപ്പിക്കുന്ന ആളുടെ കയ്യിൽ മാത്രമല്ല ഈ പരിപാടി ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു പയ്യനെ പഠിപ്പിച്ച് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ, പഠിപ്പിക്കണം ഞാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ മാത്രം വിചാരിച്ചത് കൊണ്ടിട്ട് അവൻ പഠിച്ച് അടിപൊളിയാവണമെന്നില്ല. അത് അവനും കൂടി വിചാരിക്കണം. അവന് ബുദ്ധിയും കൂടി വേണം അതിനുള്ള. ഞാൻ പറയണ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനോടുള്ള കഴിവും കുറച്ച് വേണം. എല്ലാവരും പല സ്കില്ലാണ്. ഇപ്പോൾ ഒരേ ജോലി ചെയ്യുന്ന 10 പേരും 10 ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, 10 ക്വാളിറ്റിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇത് പഠിച്ചിട്ട് ടാറ്റു ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡിൽ ഒരിക്കലും നടക്കാതിരിക്കുക. പാരൻസും അങ്ങനെ ചിന്തിക്കാതിരിക്കുക, ഇവരെ വിടുന്ന എന്ന് വെച്ചാൽ പഠിക്കാൻ വിട്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എന്താണ് പഠിച്ചില്ല, എന്താണ് പൈസയൊക്കെ കിട്ടി തുടങ്ങിയ ആ ഒരു സംഭവത്തിലേക്ക് വരരുത്. അതിന് ഇത്തിരി ടൈം എടുക്കും. 1 മാസത്തിൽ ടാറ്റു പഠിച്ചിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണവരുണ്ട്, 2-3 മാസമായിട്ടും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണവരുണ്ട്, ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് പഠിച്ചവരുണ്ട്. അത് അവരുടെ ഡിപ്പെൻഡ് ഓൺ സ്കില്ലാണ്, അവരുടെ കഴിവ്. ഓൾറെഡി അവർക്ക് ഉണ്ടായിരുന്ന കഴിവും എക്സ്പീരിയൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ അവർ പെട്ടെന്ന് പഠിക്കണത്. ബൈക്കിൽ പഠിക്കണവർക്ക് തലയിൽ കയറാൻ ഇത്തിരി ടൈം എടുക്കുന്നതുകൊണ്ടിട്ടാണ്. ഇതിൻ്റെ എന്താ പറയുക, തിയറി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് സുഖമാണ്, നമുക്ക് അധികം നേരമൊന്നും വേണ്ട. പക്ഷേ ഇത് പ്രാക്ടിക്കലി നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ, ഈ ജോയിൻസൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഫ്ലോ വരാനുണ്ട്. നമുക്ക് ഈ ജോയിൻസൊക്കെ ഒരുപാട് ഉപയോഗമുള്ളതാണ്. നമ്മുടെ ഓരോ വിരലുകളും നമുക്ക് ടാറ്റോയിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കൈവഴക്കം വരാനായിട്ട് അതാണ് ടൈം എടുക്കുന്നത്. ചിലവർക്ക് കൈവഴക്കം പെട്ടെന്ന് റെഡിയാവും, ചിലവർക്ക് കുറച്ച് വൈകി റെഡിയാവുള്ളൂ. കൈവഴക്കം വരാനായിട്ടാണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറ്റും. പക്ഷേ ആ വണ്ടി പ്രൊഫഷണലായിട്ട് ഓടിക്കാനും വേണമെങ്കിൽ 2 വീലടിക്കാനും ഒന്നിട്ട് കറക്കാനും പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പവറും ഭ്രാന്തും വേണം, അതിനൊരു കഴിവും വേണം. അത് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കി എടുക്കാനും പറ്റും. അതേപോലെ തന്നെ ഇതും മനസ്സിലായില്ലേ, പഠിക്കാൻ പറ്റും. അത് എന്നിട്ട് നമ്മളത് ഏത് ലെവലിലേക്ക് പിന്നീട് കൊണ്ടുപോകണമെന്നുള്ളത് സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പവർ ഉണ്ടാക്കിയെടുക്കണം. പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ധൃതി പിടിച്ചിട്ട് പൈസ ഉണ്ടാക്കണമെന്നുള്ളൊരു മൈൻഡിൽ മാത്രം ഇത് പഠിക്കരുത്. നല്ല നല്ല കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുക എന്നുള്ള മൈൻഡിൽ ഇറങ്ങരുത്.
അത്. അപ്പോൾ അങ്ങനത്തെ മൈൻഡിലോട്ടൊന്നും ഇതിനകത്ത് ഇറങ്ങരുത്. ജെന്യുവനായിട്ട് തന്നെ പ്രൊഫഷണൽ ആവണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെ, നല്ല ആക്രാന്തത്തിൽ തന്നെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. എന്നാലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നോർമലി ഡ്രീംസ് പോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും കിട്ടുള്ളൂ എന്നുള്ളത് പറയണ പോലെ. ചില ആൾക്കാർ പഠിച്ചിട്ട് എനിക്ക് ചെറുതായിട്ട് സൈഡായിട്ട് പഠിച്ചാൽ മതി, സൈഡ് ബിസിനസ് സൈഡായിട്ട് പഠിക്കാനാണ്. സൈഡെന്ന് വരുന്നത് ഇപ്പോൾ നടക്കണ കാര്യമല്ല. ഇത് കുറേ കഷ്ടപ്പെടണം, എന്നാലേ കുറച്ചെങ്കിലും കിട്ടുള്ളൂ. അതാണ് സത്യം. അപ്പോൾ ഇതിൻ്റെ പുറകെ ഇത്രയും സ്റ്റോറീസ് ഉണ്ട്, ഇത്രയും ജേണി ഉണ്ട്. ചുമ്മാ അങ്ങോട്ട് എവിടെയെങ്കിലും പഠിക്കാനിറങ്ങി ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്, സർട്ടിഫൈഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബയോലൊക്കെ കൊടുത്തിട്ട് കുറേ പേരുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യണ വർക്ക് നമുക്ക് തന്നെ ഇഷ്ടപ്പെടണം, തൃപ്തിയാവണം, നന്നായിട്ട് ചെറുതെങ്കിൽ ചെറുത് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നണം. ആ ഒരു വിശ്വാസം, അതിനകത്ത് തെറ്റുണ്ടോ എന്നാൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട, ഒന്നും കൂടി വൃത്തിയായിട്ട് നല്ലൊരു വർക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ആൾക്കാരെ കാണിക്കാം. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് ഈ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാൻ പറ്റില്ലല്ലോ നോർമൽ ലൈഫിൽ. അതേപോലെ തന്നെ നമ്മളൊരു നമ്മൾ പഠിക്കാൻ പോയിട്ട് ഒരാൾക്ക് ഫസ്റ്റായിട്ടൊരു ടാറ്റു ചെയ്തു, എന്നിട്ട് അതെടുത്ത് അങ്ങോട്ട് അപ്പം തന്നെ അപ്ലോഡ് ചെയ്തിട്ട് മറ്റടുത്ത് ആളാവാൻ നോക്കും. അപ്ലോഡ് ചെയ്തിട്ട് പ്രൊഫഷണൽ ടാറ്റു ആർട്ടിസ്റ്റ് സ്ലോട്ട് വേണോ, ബുക്കിങ്സ് വേണോ എന്നുണ്ടെങ്കിൽ വിളിക്കുന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ കിടന്ന് ചാടിക്കേറി വേഷം കെട്ട് ഈ സാധനം കാണിക്കരുത്. അതൊരു വേഷം കെട്ടാണത്. നമ്മളത് നോക്കുക, ക്ലീൻ ആണോ വർക്ക്, ഓക്കെ അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പേർട്ട്, നിങ്ങൾ പഠിപ്പിച്ച ആശാനോടോ മാസ്റ്ററോടൊക്കെ ചോദിച്ചിട്ട് എന്താ ആശാൻ നല്ലതാണോ, ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാമോ. അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു കൊടുക്കും, എടാ മോശം വർക്കാണ്, മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, എടാ ഇപ്പം ഇടണ്ട, ഈ കുറച്ചും കൂടി വർക്കുകൾ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക് എടുത്തിട്ട് അത് നല്ലോണം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യണം. അതാണ് നല്ലത്. ഒരു ചീത്തപ്പേരുണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവനൊരു ടാറ്റു ചെയ്തു, അത് അലമ്പ് ടാറ്റു ആണ്, ആ ആരുടെ മേത്താണ് അത് അടിച്ചതെന്ന് വെച്ചാൽ അവന് 100 ആൾക്കാരുടെ അടുത്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോരുത്തർ ഈ എന്താണ് ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ ടാറ്റുവിനെ പറ്റി അറിയാവുന്ന ആൾക്കാർ ഈ ടാറ്റു കണ്ടു കഴിയുമ്പോഴേക്കും ഇത് ആരടിച്ച ഇന്നമാതിരെ അമൽ എന്നാണ് പേരെന്ന് വിചാരിച്ചത്. അമൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അടിച്ചെന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്തുള്ള അമൽ. ഇവൻ അയ്യോ ഇനി മേലെ അവർ അടിക്കില്ലേട്ടാന്ന് ഞാൻ പറയുള്ളൂ. അവൻ അതേപോലെ വേറെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുമ്പോൾ വേറൊരു കൂട്ടുകാരൻ എപ്പോഴും എടാ ഞാൻ ടാറ്റു അടിക്കാൻ പോവാണ്, ആരുടെ അടുത്താണ് അമലിൻ്റെ അടുത്ത്, എടാ അവൻ്റെ അടുത്ത് അടിക്കല്ലേ, എൻ്റെ ഒരു കൂട്ടുകാരനെ അടിച്ചിട്ട് കബൂറാക്കി വെച്ചേക്കണാണ് ടാറ്റു, അവൻ അടിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ള ചീത്തപ്പേര് സ്പ്രെഡാവും. അപ്പം നമ്മൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന വർക്കുകൾ നല്ല വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചീത്തപ്പേര് സ്പ്രെഡാവില്ല, അവൻ്റെ വർക്ക് കുഴപ്പമില്ല എന്നുള്ള സമയം സ്പ്രെഡാവുള്ളൂ. നമുക്കറിയാലോ, നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിക്കളയും, പരത്തിക്കളയും. അപ്പോൾ ചീത്തപ്പേരുണ്ടാക്കിയത് മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ്. എന്നും ആ ചീത്തപ്പേര് കുറേ ഓടിയിട്ടേ പിന്നെ അത് മാറുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ഒരു വൃത്തിയിൽ ചെറുത് വൃത്തിയിലാക്കിയിട്ട് ചെയ്തതിന് ശേഷമൊക്കെ അപ്ലോഡൊക്കെ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അന്നേരം ഇട്ടാൽ മതി. ആദ്യം പഠിക്കാൻ നോക്കുക, ക്ലിയറായിട്ട് പഠിക്കാൻ നോക്കുക. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് അല്ലടാ, നമുക്ക് എവിടെ വേണമെങ്കിലും എന്തെങ്കിലും കാണിക്കുക. എന്ത് BGM എന്ത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നോ നമ്മളല്ല ശരിക്കും പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്ന് പറയേണ്ടത്. നമ്മുടെ വർക്ക് കണ്ടിട്ട് മറ്റുള്ളവരാണ് പറയേണ്ടത്. എൻ്റെ ഒരു കൺസെപ്റ്റ് കൊണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ദഹിക്കണമെന്നില്ല, ഞാൻ പലതും പറയും. അപ്പോൾ ഞാൻ വിചാരിക്കണത് എങ്ങനെയാണ്, നമ്മളൊരു വർക്ക് ചെയ്തിട്ട് പ്രൊഫഷണൽ വർക്ക് ബുക്കിംഗ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത് എന്നാൽ എൻ്റെ ഒരു ഇത്. നമ്മളുടെ വർക്ക് കണ്ടിട്ട് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യട്ടെ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർക്ക് കംപ്ലീറ്റ് ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്നുമില്ല. ഒരു സാധാരണ ഒരു വലിയ ക്വാളിറ്റി ഇല്ലാത്ത വർക്ക് കണ്ടാലും ഓ വാ വർക്ക് സൂപ്പർ വർക്ക്, ഓ മച്ച അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കമൻസും വരുന്നതും വൈറലാകണതുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകണത് നല്ല വർക്കാവണമെന്നില്ല. മീൻസ് ഇപ്പോൾ പെൺപിള്ളേർ വന്നിട്ട് 2 ഡാൻസ് ഇട്ട് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ മില്യൻസോളം വ്യൂ കിട്ടും. പക്ഷേ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും വ്യൂ കിട്ടില്ല. അതേപോലെ തന്നെ ടാറ്റുവിൻ്റെ കാര്യത്തിലും കളിയുണ്ട്. എന്ന് വെച്ചാൽ നല്ല വർക്ക്, ക്ലീൻ വർക്ക് ഏത്, ചീത്ത വർക്ക് ഏതെന്ന് മനസ്സിലാക്കാനും മാത്രം ബുദ്ധിയുള്ള ആൾക്കാരൊന്നും, ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരൊന്നും മൊത്തത്തിലായിട്ടില്ല നമ്മുടെ നാട്ടിലൊന്നും. നാട്ടിലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിൽ പോലും കുറേ പേർക്ക് അറിയുള്ളൂ നല്ല വർക്ക് ചെയ്ത് ചീത്ത വർക്ക് ചെയ്ത്, ക്വാളിറ്റി എന്ത്, തെറ്റെവിടെയുണ്ട്, തെറ്റുണ്ടോ തെറ്റില്ലേ എന്നുള്ളതൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയുള്ളൂ. അത് ടാറ്റുവിനോടും ആ ഒരു ടച്ചുള്ള ആൾക്കാർക്കേ ഉള്ളൂ. കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് കിട്ടണമെന്നൊന്നും ഒരിക്കലും നോക്കരുത്. അത് നല്ല വർക്കായിട്ട് മാത്രമല്ല ലൈക്ക് കിട്ടുന്നത്, അതൊക്കെ ആ ഒരു ഇട്ടേക്കണ ഒരു സ്റ്റൈലിൻ്റെയും ചിലപ്പോൾ അത് പല കാരണങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞ് വേറെ ഇതിലേക്ക് പോവല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇടുമ്പോൾ നല്ല വർക്കുകൾ മാത്രം എന്നല്ല, നമുക്ക് സ്വയം ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെന്നുള്ളത് തോന്നുമ്പോൾ അപ്ലോഡ് ചെയ്യാതെ ചീത്തപ്പേരായി പോകും. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത് പഠിക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. ഇതിൻ്റെ പുറകെ തന്നെ നടക്കണം. ഇതൊരു ഡെയിലി പ്രാന്തായിട്ട് മാറണം. സ്റ്റിൽ എപ്പോഴും പ്രാക്ടീസ് വേണം. ടാറ്റു ചെയ്യാൻ പ്രാക്ടീസ് ഇല്ലെങ്കിലും നമ്മളത്
വരച്ചുകൊണ്ടേ ഇരിക്കുക. പുതിയ പുതിയ ഡിസൈൻസ് പേപ്പറിലാണെങ്കിലും സ്കിൻ പാഡിലാണെങ്കിലും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഒരു 2 ആഴ്ച ഞാൻ ടാറ്റു ചെയ്യാണ്ട് ഇരുന്നിട്ട് 3-ാമത്തെ ആഴ്ച വന്നിട്ട് ടാറ്റു ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു പഴയ ഒരു ടച്ച് വിട്ടിട്ടുണ്ടാവും. ഫ്ലോ കിട്ടില്ല, കൈ വിറക്കും, ബ്രീത്തിങ് പ്രോബ്ലം വരും. കുറേ പരിപാടിയുണ്ട്. ബ്രീത്ത് സ്റ്റക്കാക്കി വെക്കുക, അനങ്ങാണ്ട് സ്റ്റാച്ച് പോലെ നിന്നിട്ടൊക്കെ ക്ലീൻ ലൈൻസ് വർക്കൊക്കെ അടിക്കേണ്ട അവസ്ഥയുണ്ട്. കുറേ സ്റ്റൈൽസ് ഈ ടാറ്റുവിലുണ്ട്. കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഹെൽത്തായിട്ടാണെങ്കിലും നമുക്ക് നല്ലോണം ഫ്ലെക്സിബിളായിട്ടുള്ള ബോഡി ആയിരിക്കണം. ബോഡി ആക്കി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഫീൽഡിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ നടുവൊക്കെ വളഞ്ഞും തിരിഞ്ഞും ഒരുപാട് നേരം നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യേണ്ട വർക്കാണ്. എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഈ ടാറ്റു എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയൊന്നും അല്ല, നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഹെൽത്ത് മെയിനായിട്ട് നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. സ്റ്റാർട്ടിങ് തുടങ്ങി കറക്റ്റായിട്ടുള്ള സീറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ഹെൽത്തൊക്കെ നോക്കി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ, പിന്നീട് നമ്മൾ സ്റ്റക്ക് അങ്ങനെ തന്നെ ആയി പോകും. വളഞ്ഞു കുത്തിയിരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ എന്ന് നമ്മൾ വളഞ്ഞിരുന്ന് തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു നേക്ക് അങ്ങനെ ആയി പോകും. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. ഹെൽത്ത് നോക്കുക, ജിമ്മിലൊക്കെ പോകണം, യോഗ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നടുവേദന കൺഫേമാണ്. എനിക്കൊക്കെ ഇപ്പോൾ നല്ല നടുവേദനയുണ്ട് എന്ന് വെച്ചാൽ കണ്ണിനാണെങ്കിലും പ്രോബ്ലം. കണ്ണൊക്കെ കണ്ടില്ലേ കുഴിഞ്ഞന്തറിലായി, വെള്ളം വരും. കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവും. നടുവേദന കൺഫേമാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ജിമ്മിൽ പോക്കും കാര്യങ്ങളും ഫുഡ് കാര്യങ്ങൾ ഡയറ്റൊക്കെ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീത്തിങ്, ഇപ്പോൾ നല്ല ഫുഡ് അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ വയറൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞിരുന്ന് ടാറ്റു ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബ്രീത്തിങ് കറക്റ്റായിട്ട് കിട്ടില്ല. കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഹെൽത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ. ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഓഫീസ് ജോബ് പോലെ തന്നെ കുത്തിയിരുന്നുള്ള പണിയാണ്, വളഞ്ഞു കുത്തിയിരുന്നുള്ള പണിയാണ്, അറിയാലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ക്ഷമ വേണം. ആക്രാന്തം പിടിച്ചിട്ട് ജോലിയിലേക്ക് ഇറങ്ങി നല്ല ക്ലയൻസിന് ടാറ്റു ചെയ്യുക, അല്ലെങ്കിൽ നല്ല നല്ല പെൺപിള്ളേർക്ക് ടാറ്റു. കുറേ പേര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. നല്ല നല്ല പെണ്ണുങ്ങളൊക്കെ ടാറ്റു ചെയ്യാൻ കിട്ടും, അടുത്തിരിക്കുക. ആ മൈൻഡിലൊന്നും ഈ ഫീൽഡിലേക്ക് ഇറങ്ങരുത്. നമുക്ക് ക്യാൻവാസ് എന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും എല്ലാം ഒരേപോലെ തന്നെ. വേറെ വികാരങ്ങളൊന്നും ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരരുത്. ആ ഒരു സ്റ്റൈലിലൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. ഒരു മഹേഷ് ശവ എന്ന് പറഞ്ഞത് ഇന്ത്യയൊക്കെ ഉണ്ട്. ഡൽഹിയാ ബോംബെയിലും കണ്ടൊക്കെയാണ്. അവൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് കാണിച്ചുകൊണ്ട് തന്നെ ടാറ്റു ചെയ്യണം. വേറൊരു സെക്സ്വൽ രീതിയിലൊക്കെയാണ് അവർ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് തന്നെ. കുറേ റീച്ച് കിട്ടും. പക്ഷേ അതിനകത്ത് കാര്യമില്ല, അത് കോഴി റീച്ചാണ്. കുറേ കോഴികൾ വന്നിട്ട് അതിനകത്ത് ലൈക്ക് അടിക്കും, കമൻറ്റ് അടിക്കും എന്നുള്ളൂ. ക്യാ മാല ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നും കാര്യമില്ല. ആ ഒരു സ്റ്റൈലിലേക്കൊന്നും ആരും പോകരുത്. നല്ല സ്റ്റാൻഡേർഡും നല്ല വൃത്തിയിലായിട്ടുള്ള കാര്യങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അറിയാനൊക്കെ വേണ്ടിയുള്ള ആകാംക്ഷയിലൊക്കെ നടന്ന് ഈ ഫീൽഡ് മുന്നോട്ട് കൊണ്ടു നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്ന പിള്ളേരോടും പാരൻസിനോടൊക്കെ എനിക്ക് ഇതാ പറയാനുള്ളത്. ക്ഷമ വേണം. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അത് ഈ ഫീൽഡിൽ ഏത് ഫീൽഡിലാണെങ്കിലും ചിലപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ റെഡി ആവില്ല. അടുത്തത് നോക്കിക്കൊള്ളണം. നമുക്ക് കുറേ സാധനങ്ങൾ നോക്കിയാലേ ഏതെങ്കിലും ഒന്ന് നമുക്ക് റെഡി ആവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ആരും ധൃതി പിടിച്ചിട്ട് അല്ലെങ്കിൽ മക്കളെ പറഞ്ഞു വിട്ടിട്ട് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് പഠിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വാക്കൊക്കെ പറഞ്ഞ് പോയതായിരിക്കുള്ളൂ. ഇത് പഠിച്ച് ഇത്രയും പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അത് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ പൈസ കിട്ടാണ്ടാകുമ്പോൾ പാരൻസിനും ഭ്രാന്ത് കയറും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെയാണ്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഡിപ്പെൻഡ് ഓൺ നമ്മൾ കഷ്ടപ്പെടുന്നത്, നമ്മളിത് ഫോളോ അപ്പ് ചെയ്യണത് പോലെ ഇരിക്കും നമ്മളുടെ ഭാവി ലൈഫ്. എന്ത് പഠിച്ചാലും എന്ത് ജോലിക്ക് പോയാലും ക്ഷമയോടെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക. പാതി വഴിയിൽ വെച്ച് മടുക്കാതിരിക്കുക. എല്ലാ ജോലിയിലും അങ്ങനെയാണ്. സ്റ്റാർട്ടിങ് രസം ഉണ്ടാവും, പാതി വഴിയിൽ നമുക്ക് മടുപ്പ് വരും, വർക്കില്ലാണ്ടാവും, ബിസിനസ് ഡൗൺ ആവും. അത് കാലം അങ്ങനെയാണ്. നമുക്ക് ഓരോ മാസങ്ങളിൽ ആൾക്കാരുടെ പൈസ ഉള്ള സമയങ്ങളുണ്ട്, പൈസ ഇല്ലാത്ത സമയങ്ങളുണ്ട്. ടാറ്റൂവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി കിട്ടി പൈസയൊക്കെ എല്ലാവരുടെ അടുത്തുള്ള ഒരു സമയത്താണ് കൂടുതലും വർക്കുകൾ വന്നത്. കുറേ സംഭവം ഇതിൻ്റെ പുറകെയുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ഈ ജോലിയല്ല ഏത് ജോലിയല്ല അത് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റണം. ബാലൻസ് കിട്ടണം നമുക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കുറേയൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. കുറേ പേർക്ക് അബദ്ധം പറ്റുന്നുണ്ട്. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ലോണൊക്കെ എടുത്ത് പഠിക്കാൻ പോയിട്ടും വിജയിക്കാൻ പറ്റാണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിട്ടാകാൻ നേരത്ത് കുറച്ചും കൂടി ഒരു ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് എനിക്കാരും പറഞ്ഞു തന്നല്ല. ഞാനിത് അലഞ്ഞ് തിരിഞ്ഞ് ഞാൻ പഠിച്ചൊരു സാധനമാണ്. എന്നാരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചതാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇതൊക്കെയാണ്. എന്ത് ജോലിയിലാണെങ്കിലും എല്ലാ ജോലിനെ പറ്റി എനിക്ക് പറയാറില്ല. ടാറ്റൂൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ക്ഷമയും എല്ലാ കാര്യങ്ങളും വേണം. ഇത് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പഠിക്കാൻ ഇറങ്ങണം. എല്ലാവരും സെറ്റാവട്ടെ. ആ ഒരു മൈൻഡ് പവർ വിട്ടുകളയാണ്ട് മടുപ്പും പ്രശ്നങ്ങളെല്ലാവർക്കും വരും. ഏറ്റവും വലുതായിട്ട് നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വർക്കാണത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമുക്ക് കറക്റ്റല്ല, നമ്മളെന്തെങ്കിലും ടെൻഷനിലോ പ്രോബ്ലത്തിലിരിക്കുകയാണെങ്കിൽ നമുക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റാത്തൊരു വർക്കാണത്. ഫുൾ മൈൻഡ് ഫ്രീ ആയിട്ട് കാമായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. അങ്ങനെ ചെയ്താലേ വർക്കുകൾ ഭംഗിയാവുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.